സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞു, വോട്ടർ പട്ടിക പുതുക്കാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ അവകാശം ഞങ്ങൾ ശരിവയ്ക്കുന്നു, അതിൽ ഞങ്ങൾ കടക്കുന്നില്ല. പക്ഷേ അങ്ങനെ പുതുക്കുമ്പോൾ പുറത്താക്കുന്നവർക്ക് പരാതി നൽകാനുള്ള സംവിധാനം വേണം. അതിനായിട്ട് ആരുടെയൊക്കെ പേരുകളാണ് ഒഴിവാക്കിയതെന്നുള്ളത് പ്രസിദ്ധീകരിക്കണം. അതിനുശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടവകാശം നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം കൊടുക്കണം. ഒരു അപേക്ഷ നൽകിയാൽ ഇന്നലെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്താണ് ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്ന നിർദ്ദേശം? വോട്ടർ ഐ ഡി, അതായത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നൽകിയ വോട്ടർ ഐ ഡി അത് സ്വീകരിക്കരുത്, ആധാർ സ്വീകരിക്കരുത്, പിന്നെന്താ സ്വീകരിക്കുക? പാസ്പോർട്ടോ? ഈ ബീഹാറിലെ പാവപ്പെട്ട ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് എത്ര പേർക്കാണ് പാസ്പോർട്ട് ഉള്ളത്? അല്ലെങ്കിൽ പൗരത്വം തെളിയിക്കാനുള്ള മറ്റെന്ത് രേഖകളാണുണ്ട്? അതൊന്നും സ്വീകരിക്കണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞ ആധാർ സ്വീകരിക്കാൻ പറഞ്ഞു. അതിനുള്ള നിർദ്ദേശവും പോയി കഴിഞ്ഞു.